ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. ആദ്യം തന്നെ നമ്മൾ കയറിയത് കാഞ്ഞങ്ങാടുള്ള എക്സ്ട്രയിലാണ്. കാഞ്ഞങ്ങാട് എത്തിയപ്പോഴത്തേക്ക് ഭയങ്കര വിശപ്പായിരുന്നു. ഞാനൊരു ഫംഗ്ഷൻ കഴിഞ്ഞ് വരുന്ന വഴിയായിരുന്നു. അപ്പം ഒരു ജ്യൂസ് കുടിച്ചു, ലൈം ജ്യൂസ് കുടിച്ചു. പിന്നെ നമ്മൾ ഷോപ്പ് ചെയ്യാൻ കയറി. ഫസ്റ്റ് തന്നെ ബൈൻഡാണ് നോക്കിയത്. ബൈൻഡ് ബ്രൗൺ പേപ്പർ, നോർമൽ ബ്രൗൺ പേപ്പറാണ് എടുത്തത് കേട്ടോ. പിന്നെ നോട്ട്ബുക്കിൻ്റെ സെക്ഷനിലേക്ക് കടന്നു. അവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള നോട്ട്ബുക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബൈ 1 get 1 ഓഫറും ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഡിസ്കൗണ്ട്സും ഉണ്ട്. നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് കുറച്ച് ക്യൂട്ടായിട്ടുള്ളതല്ല വേണ്ടത്, ആസ്തറ്റിക് ആയിട്ടുള്ളതാണ്. കാര്യങ്ങളൊക്കെ അവിടുന്ന് കിട്ടിയിരുന്നു. ബട്ട് ബാഗും കാര്യങ്ങളൊക്കെ ഞാൻ വേറെ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് തന്നെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ കസിനോട് ചോദിക്കായിരുന്നു ഏതാണ് എടുക്കേണ്ടത്. അവിടെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഐറ്റംസാണ് കുറച്ചും കൂടി ഉള്ളത്. ഇറൈസർ, ഷാർപ്നർ, ബോക്സ്, പൗച്ച്, ബാഗ്, എല്ലാവിധ A to Z ഐറ്റംസും കാഞ്ഞങ്ങാടുള്ള ഓൾമോസ്റ്റ് സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റിലും എല്ലാം ഉണ്ട്. ബട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നതൊന്നും എൻ്റെ കസിനും അമ്മയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെടുന്നതൊന്നും എനിക്കും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഏതൊക്കെയാണ് ഫൈനലായിട്ട് എടുത്തതെന്ന് ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അവിടുത്തെ വാട്ടർ ബോട്ടിൽസാണ് കാണേണ്ടത്. ഭയങ്കര കളക്ഷനായിരുന്നു വാട്ടർ ബോട്ടിൽസിന്. ക്യൂട്ട്, ആസ്തറ്റിക്, നോർമൽ, സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിൽസ്, അങ്ങനെ കുറേ ടൈപ്സ് ഓഫ് വാട്ടർ ബോട്ടിൽസ് ഉണ്ടായിരുന്നു. ബോക്സസും പൗച്ചസും നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു ഗണ്ണിൻ്റെ പൗച്ചാണ്, എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ലഞ്ച് ബോക്സാണ്. ലഞ്ച് ബോക്സും പൗച്ചൊന്നും ഞാൻ അവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറേ ടൈപ്സ് ഓഫ് ക്യൂട്ട് വാട്ടർ ബോട്ടിൽസ് ഉണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു കേട്ടോ ഏതെടുക്കണം എന്ന് പറഞ്ഞിട്ട്. കാരണം അത്രയും ക്യൂട്ടും ആസ്തറ്റിക്കും ആയിട്ടുള്ള സാധനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ബാഗ് എനിക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സംഭവം അവിടെ അധികം ഉള്ളത് ലൈറ്റ് കളേഴ്സും ന്യൂഡ് കളേഴ്സും ഒക്കെ. എനിക്ക് അങ്ങനത്തെ കളറിനോടൊന്നും അത്ര താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ ഒരു സൈഡിലേക്ക് അധികം പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാനത് ബില്ലടിക്കാൻ വേണ്ടിയിട്ട് പോയി. അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും പർച്ചേസ് ചെയ്യുന്നത്രയാണ്. ഞാൻ പോയത് നൈറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ എല്ലാം ന്യൂഡ് കളേഴ്സ് ആയതുകൊണ്ട് ഞാൻ നേരെ റിയൽ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വിട്ടു. അവിടുന്ന് നേരെ ബാഗൊക്കെ സെർച്ച് ആക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ വാട്ടർ ബോട്ടിൽസിൻ്റെ സെക്ഷനിലേക്കൊക്കെ പോയി. പിന്നെ കളേഴ്സ് അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഞാൻ ഈ നോക്കുന്നത് എന്തെങ്കിലും സ്റ്റാപ്ലെയറോ അല്ലെങ്കിൽ സീസേഴ്സോ അങ്ങനത്തെ എന്തെങ്കിലും വേണമെന്നാണ്. അതെല്ലാം വീട്ടിൽ ഓൾറെഡി ഉണ്ടായതുകൊണ്ട് ഒന്നും വാങ്ങിയില്ല കേട്ടോ. പിന്നെ എല്ലാം പർച്ചേസ് ചെയ്തിട്ട് ബില്ലടിക്കാൻ പോയി. അവിടെ ഒരു മിനി ഫാൻ ഉണ്ടായിരുന്നു. പിന്നെ അത് കറക്കി കളിക്കലായിരുന്നു എൻ്റെ പണി കേട്ടോ. ബില്ലടിക്കാൻ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഏതാണ് സെലക്ട് ആക്കിയതെന്നെല്ലാം ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. പിന്നെ നമ്മൾ നേരെ തട്ടുകടയിലേക്ക് വിട്ടു. ചിക്കൻ ഫ്രൈയും പത്തലും പാർസൽ വാങ്ങി നേരെ വീട്ടിലേക്ക് വിട്ടു. ഞാൻ ഇതൊക്കെയാണ് വാങ്ങിയത്. ഫസ്റ്റ് ഇതാണ് ബാഗ്, ഒരു മെറൂണും പിന്നെ ഒരു ക്രീം കളറുമാണ്. പിന്നെ ഇതിൻ്റെ പൗച്ച് കുറച്ച് ഗ്ലിറ്ററി എഫക്റ്റ് ആയിട്ടുള്ള ഒരു പൗച്ച്. പിന്നെ ബൈൻഡ് നോർമൽ ബ്രൗൺ പേപ്പറാണ് വാങ്ങിയത് കേട്ടോ. പിന്നെ നെയിം സ്ലിപ്പ് 4 ഷീറ്റ് നോർമൽ, എനിക്ക് നോർമലാണ് ഇഷ്ടം. പിന്നെ ഇത് സ്കെയിൽ ചെറുതാണ്. പിന്നെ ബുക്സ് വാങ്ങിയിട്ടുണ്ട്. ബുക്സ് കുറച്ചധികം തന്നെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ട. പിന്നെ ലഞ്ച് ബോക്സ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ വാട്ടർ ബോട്ടിൽ, ഇത്രയൊക്കെയാണ് ഞാൻ വാങ്ങിയത്. പെന്നൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ടാറ്റ, ബൈ ബൈ.